Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു നോൺ വെജിറ്റേറിയൻ ഡിഷാണ്. വെജ് കുറച്ചേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അറിയാം, പക്ഷെ എന്നാലും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന സാധാരണ നമ്മൾ ചെയ്യുന്ന ചിക്കൻ കറിയെക്കാട്ടിലും ഒരു വ്യത്യാസപ്പെട്ടൊരു ചിക്കൻ കറി. വ്യത്യാസപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻഗ്രീഡിയൻസിൽ മാറ്റമൊന്നുമില്ല, പക്ഷെ അത് ഉണ്ടാക്കുന്ന രീതിയിലൊരു വ്യത്യാസം, അത്രേ ഉള്ളൂ. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് അണ്ടിപ്പരിപ്പ്, കുരുമുളക്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, പിന്നെ കുറച്ച് തൈര്. ഇതൊരു 2 സവാള കാണുവേ, നീളത്തിലരിഞ്ഞ്. ഇത് ഒരു തക്കാളി. പിന്നെ വേണ്ടിയത് കുറച്ച് പച്ചമുളക. ഇതൊരു 1/2 kg കാണുമായിരിക്കും കോഴി. പിന്നെ ഇതിനകത്ത് കുറച്ച് നെയ്യും കൂടെ ആവശ്യമുണ്ട്. ഇത്രയും സാധനങ്ങൾ അതിന് വേണ്ടിയേ. പക്ഷെ ഇതിൻ്റെ കൂടെ നമ്മൾ വെളുത്തുള്ളി മാത്രമേ കാണിച്ചുള്ളൂ, പക്ഷെ ഇഞ്ചിയും കൂടെ ഇതിൻ്റെ കൂടെ വേണം, മസ്റ്റല്ല. പക്ഷെ ഇഞ്ചി ഒരു ശകലമെങ്കിലും ഇടണം, അത് ഫ്രിഡ്ജിലുണ്ട്. പിന്നെ എനിക്ക് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് വെളിച്ചെണ്ണ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, എനിക്ക് ആദ്യം ചിക്കൻ ഒന്ന് കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയ സാധനങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. മിക്സിയുടെ ജാർ എടുത്തേച്ച് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി. ഇതിന് മുളക് പൊടി കുറവായിരിക്കും, മല്ലിപ്പൊടിയാ കൂടണ്ടേ, അതായത് 3:1. മല്ലിപ്പൊടി ഒരു 3 ആണെങ്കിൽ മുളക് പൊടി 1. അപ്പൊ ഇനി മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂൺ. പിന്നെ വേണ്ടിയത് വെളുത്തുള്ളിയാ. വെളുത്തുള്ളി ഒരു 8 കഷ്ണം ഇട്ടു. 1 2 3 4 5 6 7 8. 2 ചെറുതായതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഇടുക. പിന്നെ വേണ്ടിയത് കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇത് പിന്നെ ഞാൻ ഈ ഷാമം വെക്കുന്നില്ല, അതിന് എണ്ണമില്ല, കുറച്ച് കൂടുതൽ ഇട്ടോ, നല്ല ടേസ്റ്റാ. പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക്. ഇതൊരു നിറച്ച് 1 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടാലും കുഴപ്പമില്ല, ടേസ്റ്റേ ഉണ്ടാവുള്ളൂ. ഗരം മസാല തന്നെ ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കുന്ന കുറച്ചുകൂടെ നല്ല മണം വരുവേ. കുറച്ച് ഒരു കഷ്ണം പട്ട, ഒരു 2-3 ഗ്രാമ്പൂ, കുറച്ച് ഏലക്ക. ഇത് ഇത്രയും എനിക്ക് ഇതിനകത്ത് മതി. അല്ലാതെ ഞാൻ ഇത് ചേർക്കുന്നുണ്ട്, അപ്പം ഈ പൊടിക്കാനായിട്ട് ഇത്രയും മതി. ഇത് പൊടിക്കുമല്ല ചെയ്യുന്നത്, ആദ്യം ഒന്ന് പൊടിച്ചേച്ച് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചേർക്കാൻ മറന്നുപോയി, കുറച്ച് സവാളയും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതിന് തന്നെ എടുത്തേച്ചാൽ മതി. ഇതൊന്ന് അരച്ചേച്ച് ഞാൻ കുറച്ച് ഇഞ്ചിയും കൂടെ ഇടാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചിയും കൂടി ഇടട്ടെ. ഇതിനകത്തോട്ട് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടേച്ചാൽ മതി. അത് ഒരുപാട് കൂടുതൽ വേണ്ട ഇഞ്ചി. ഇനി ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് നല്ല പേസ്റ്റ് പരുവം, അതാന്നു അതിന്റെ കണക്ക്. ഒരിച്ചിരി കൂടി വെള്ളം ഒഴിച്ചോട്ടെ. ഓക്കെ, ഇത് ഇതേപോലെ നല്ല പേസ്റ്റ് പരുവത്തിന് നമ്മളിത് അരച്ചെടുക്കണം. ആ നല്ല മസാലയുടെ ഒരു നല്ല മണമുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ, അതിനെ ഈ മസാല തേച്ച് ഒരിച്ചിരി നേരം വെച്ചേക്കണം. മുഴുവൻ മസാല ഇടണ്ട, ആ ചിക്കനേൽ എത്ര പുരട്ടാൻ വേണോ അതനുസരിച്ച് ചേർക്കണം. ആദ്യം ഞാൻ ഈ കോഴി ഒന്ന് ഇതിനകത്തോട്ട് ഇട്ടേച്ച് ഇച്ചിരി ഉപ്പൂടെ ഒന്ന് ചേർക്കട്ടെ. ഇത്രയും ചിക്കന് വേണ്ടിയുള്ള ഉപ്പ് ചേർത്തേച്ചാൽ മതി. ഇതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി അരപ്പെടുക്കുക. ബാക്കി അരപ്പ് ഈ മിക്സിയെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഒന്ന് തേച്ച് ഇത് ഇച്ചിരി നേരം ഒന്ന് അരപ്പ് തേച്ച് കോഴിയെ വെക്കുന്നതുകൊണ്ട് നല്ലതാ.
കാര്യം ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കോഴിയരിക്കകത്ത് ഇച്ചിരി ഒരു അരപ്പൊക്കെ പിടിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഒരു ഇച്ചിരി കൂടെ ടേസ്റ്റ് വരും. ഇനിയിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ അടുപ്പ് കത്തിച്ചേച്ച് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടെ ചേർക്കും. ഇനിയിപ്പോൾ അതല്ല, വെളിച്ചെണ്ണ മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, നെയ്യ് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഏതാ പറ്റുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തേച്ചാൽ മതി. ഇത് ഞാൻ 50-50 ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ 50-50 അല്ല, നെയ്യ് ഒരു ഇച്ചിരി കുറവാ, എന്നാലും അത് ചെയ്യുന്ന എന്നാന്ന് വെച്ചാൽ ഇച്ചിരി സ്വാദ് നല്ലതായിരിക്കും. ഏതാ ഈ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സ്വാദ് നല്ല സ്വാദാണ്. ഇതിനകത്തോട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി ഒന്ന് വറുത്ത് കോരാൻ പോവാ. അതായത് ബാക്കി വന്ന് നമ്മൾ അരപ്പിന് അരച്ച ഉള്ളിയില്ലേ, അത് പോയിട്ട് ബാക്കി അരിഞ്ഞതിരിക്കുമല്ലേ, അന്നേരം അതെടുത്തേച്ച് ഞാൻ ഇതിനകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാൻ പോവാണേ. ശരിക്കും അതാ എന്നാ പറയാ, ബിരിയാണിക്കൊക്കെ നമ്മൾ വറുത്ത് കോരുകയല്ലേ, അതായത് മേലിലിടാൻ വേണ്ടിയിട്ട് വറുക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് തന്നെ ഇത് വറുത്ത് കോരണം. ഓക്കെ, നമ്മുടെ ഉള്ളി ഒരു ഇച്ചിരി അല്ല, നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ തിരിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ എടുക്കുക. ഒത്തിരി അങ്ങ് മൊരിയണ്ട. ഒത്തിരി മൊരിഞ്ഞു കഴിഞ്ഞാൽ എന്നാന്നറിയോ, ഒരു കരിച്ചോവ് വരുവേ, അത് വേണ്ട. ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു ഇച്ചിരി പാടാ ഈ പറഞ്ഞ പോലെ മെനക്കെടാനായിട്ട്. ഈ നേരം കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാം എന്നും നമുക്ക് തോന്നും, പക്ഷെ ഇതിന്റെ ഒരു ടേസ്റ്റ് ഒരു വ്യത്യാസമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ ഉള്ളി ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഒരു തീ ഒന്ന് കുറച്ച് വെച്ച് നമ്മുടെ ഈ സ്പൈസസ് ഉണ്ടല്ലോ, പട്ട, ഗ്രാമ്പു, ഏലക്ക, അത് കുറേശ്ശെ ഞാൻ ഇതിനകത്തോട്ട് ഇടുക. ചൂടായ എണ്ണയാന്നു, അന്നേരം എപ്പോഴും ഇടുമ്പോൾ സൂക്ഷിച്ചോണം, ഏലക്കായൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഏലക്ക മാത്രമല്ല ഗ്രാമ്പു എല്ലാം പൊട്ടും. ഒരു തക്കോലം മതിയേ, ഒരു പൂവ്. ഇതിനകത്തോട്ട് ഞാൻ ഈ സ്പൈസിനകത്തോട്ട് ചിക്കൻ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അങ്ങ് വറുക്കാനിടുക. ഈ ചിക്കൻ അങ്ങ് വേവോളവും നമ്മൾ മൂപ്പിച്ചൊന്നും എടുക്കണ്ട, അതൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് കോരാം. കാര്യം വെന്ത് എടുക്കണ്ട ചിക്കൻ, ആ മസാല ഒന്ന് മൊരിഞ്ഞാൽ മതി. ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആവുകയല്ലേ എന്ന് പറയുന്ന പോലെ ആക്കി എടുത്തേച്ചാൽ മതി. ഒത്തിരി അങ്ങ് മൊരിക്കരുത്. ഇങ്ങനെ നമ്മൾ ഫ്രൈ ആണെങ്കിൽ ചിക്കൻ ഒട്ടും വേവുകയല്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാര്യം ഞാൻ ആ ഒരു അരപ്പൊന്ന് മൊരിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ആദ്യം ഇട്ടത് അങ്ങ് ഞാൻ കോരുക. എനിക്ക് അത്രയും ഒരു മതി. എന്നാന്ന് വെച്ചാൽ ഇനി അരപ്പി കിടന്നൊന്ന് വേവാനുള്ളയാ, അന്നേരം ആ ഒരു മുരുവ് എനിക്ക് ധാരാളം മതിയാവും. അതിന്റെ ഏറ്റവും ബെസ്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് കണ്ടോ, അതിന്റെ ചുറ്റും ഒന്ന് മൊരിഞ്ഞിരിക്കുന്നില്ലേ, അത്രയും മതി. നമ്മുടെ കഷ്ണത്തിൽ എവിടെയെങ്കിലും ഒരു ഇച്ചിരി പച്ച കണ്ടു കഴിഞ്ഞ് വെച്ചാൽ അതങ്ങ് മറിച്ചിട്ടേച്ചും തിരിച്ചിട്ടേച്ചും ഒന്നുകൂടെ മുരിച്ചെടുത്തേച്ചാൽ മതി. ഇനി ഇതേ കൂട്ട് തന്നെ ഞാൻ ബാക്കിയും കൂടെ ഒന്ന് വറുത്തെടുക്കുക. ആദ്യം ഇട്ട സ്പൈസസ് മതി, രണ്ടാമത് ഇടുമ്പോഴും സ്പൈസസ് ഒന്നും ഇടണ്ട. അതിൽ തന്നെ ആ എണ്ണയ്ക്കകത്ത് ഒരു ഫ്ലേവർ വരണം. അല്ലാതെ നമ്മളൊരു ഇച്ചിരി മസാല അരപ്പയിൽ അരച്ചിട്ടുണ്ട്, അത് മതി. ഇനി ഈ ബാക്കി വരുന്ന അരപ്പുണ്ടല്ലോ ഈ പാത്രത്തിലുള്ളത്, അത് കളയരുത്, അത് തിരിച്ചിനകത്ത് തന്നെ ചേർത്തോണം. ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് എടുക്കാം, അരപ്പ് കളയണ്ട ഒട്ടും. ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ നെക്സ്റ്റും കൂടെ ഒന്ന് വറുത്ത് കോരട്ടെ. ഓക്കെ, രണ്ടാമത്തെ സെറ്റും ഞാൻ ഉദ്ദേശിക്കുന്ന ആ മുരു വന്നിട്ടുണ്ട്. ഞാൻ അതും അങ്ങ് കോരുക. ഇതിന്റെ കൂടെ നമ്മുടെ സ്പൈസസ് ഒക്കെ പോരുവാണെങ്കിൽ പോന്നോട്ടെ, ഇതിനകത്ത് ഇല്ല എന്നുള്ളൊരു വിഷമം വേണ്ട. ചിലപ്പോൾ നമ്മൾ ചിക്കൻ കോരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അതൊക്കെ പോന്നിരിക്കും, അത് ടെൻഷൻ ആക്കണ്ട, പോന്നോട്ടെ. ഇനി ഒന്ന് ഇച്ചിരി കുറച്ച് വെച്ച് നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഒട്ടും എണ്ണയില്ല, ഇച്ചിരിയേ എണ്ണയുള്ളൂ. അതുകൊണ്ട് ഇച്ചിരി എണ്ണയും കൂടെ ഞാൻ ഒഴിക്കുക. ഒത്തിരിയല്ല, ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കുവാണേ. ഇനി ഇതിനകത്തോട്ട് വേണ്ടേ
ഞാൻ ഈ തക്കാളി അങ്ങ് ഇടുക. ഇതെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹൈ ഫ്ലെയിമേ വെച്ചേച്ച് ഈ തക്കാളി ഒന്ന് അതിന്റെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് പറ്റിയേച്ച് ഒന്ന് എന്താ പറയാ ഒന്ന് മഴന്നു വരുവല്ലേ, ആ പരുവാണ്. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു 2 പച്ചമുളകും കൂടി ഇടുക. എരിവ് ഞാൻ ഇച്ചിരി കുരുമുളകും ഒക്കെ അരപ്പയിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി അരപ്പിനി ഇടാനും ഉണ്ട്. അതുകൊണ്ട് അത് നോക്കിയേച്ച് വേണം നമ്മൾ അരപ്പൊന്ന് ചേർക്കാനായിട്ട്. അരപ്പ് ചേർക്കുന്നതും പച്ചമുളക് ചേർക്കുന്ന എരിവാ നോക്കണ്ടേ. ഇതിപ്പോ ഞാൻ 2 വലുതായതുകൊണ്ട് 2 എണ്ണം അങ്ങോട്ട് കീറിയിട്ടേക്കുവാ. ഇനി തീ ഒരു ഇച്ചിരി കുറച്ചേച്ച് എന്റെ തക്കാളി ഒന്ന് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഒന്ന് കുറച്ചേച്ച് ഞാൻ ആ ബാക്കി വന്ന അരപ്പിനകത്തോട്ട് ചേർക്കുക. ഈ അരപ്പ് ഒന്ന് ഇച്ചിരി മൂക്കണം. കാര്യം നമ്മൾ ചിക്കന്റെ അരപ്പ് മൂത്ത് കഴിഞ്ഞു. അതേ കൂട്ട് തന്നെ ഈ അരപ്പും കൂടെ, ആ ചിക്കൻ നമ്മൾ എത്ര മൊരിച്ചെടുത്തേ അതേപോലെ തന്നെ ഈ അരപ്പും കൂടെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ആവേണ്ട ഒരു സാധനമായി ഈ തൈര്. ഈ തൈരിന്റെ വെള്ളവും ആ പുളിയും ഒക്കെ ഒന്ന് അരപ്പേ കയറണം. തക്കാളി ചേർത്തിട്ടുണ്ട്, എന്നാലും ഇതിപ്പോ ഒരു ടേബിൾ സ്പൂൺ അല്ലേ, അന്നേരം ഒരു 3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ മതി, കൂടുതൽ വേണ്ട. ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്താ ഈ കലക്കി വെച്ചേക്കുന്ന വെള്ളമില്ലേ, നമ്മുടെ ബാക്കി അരപ്പ്, ഇതൊക്കെ ചേർക്കുന്ന സമയത്തുണ്ടല്ലോ വലിയ ഫ്ലെയിം കൊടുക്കരുത്. ഒരു ചെറിയ ഫ്ലെയിമേൽ ഇതെല്ലാം ചെയ്തേച്ചാ മതി. ഇല്ലെങ്കിലുണ്ടല്ലോ ചിലപ്പോ പെട്ടെന്ന് അങ്ങ് അടി പിടിച്ചു പോകും. ഇതിനകത്ത് ഇനി ആ എണ്ണയൊന്ന് തെളിയണം. എന്നാലേ അപ്പൊ ഞാൻ ആ അരപ്പിട്ടപ്പോ ആ പച്ച ചൊവയുണ്ട് ആ അരപ്പിന്. പക്ഷെ നമ്മുടെ ചിക്കനകത്ത് പിടിച്ചേക്കുന്നതാണെങ്കിൽ ഒന്ന് അരപ്പൊന്ന് മൂത്തായിരുന്നു. ആ ഒരു മൂപ്പ് ഈ അരപ്പിനും കൂടെ വരണം. ഉണ്ടാക്കുമ്പോ ഒരു ഇച്ചിരി നീങ്ങിയൊക്കെ നിന്നോ, അരപ്പ് ഇച്ചിരി തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അന്നേരം അതൊരു ഇച്ചിരി ശ്രദ്ധിച്ചോണം. ഞാൻ ചിക്കനെ മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. ഇനി നമ്മുടെ അരപ്പേൽ ഇച്ചിരി ഉപ്പിടാം. അരപ്പിന് കണക്കാക്കി മാത്രം ഉപ്പിട്ടേച്ചാൽ മതി. ചിക്കനകത്ത് ഇട്ടിട്ടുണ്ട്, പക്ഷെ ചിക്കൻ ഫുൾ പിടിച്ചിട്ടുണ്ടാവൂല. നമ്മൾ ഇത്രയും ചേർക്കാനും കൂടി ഇല്ലേ, ഇനി ഉള്ളിയും കൂടെ ചേർക്കണം. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ പറയാ, മാളികപ്പുറം നമ്മൾ കണ്ടു അല്ലെ, എല്ലാവരുടെ മനസ്സിലും, ഈവൻ അമ്മമാര്, കുഞ്ഞു പിള്ളേര്, എന്താ പറയാ, എല്ലാവർക്കും, ചേച്ചിമാർക്കും, ഈവൻ എല്ലാ ജനറേഷനിലെ ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫിലിമാണ് മാളികപ്പുറം അല്ലെ. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ളയും പിന്നെ നമ്മുടെ അതിഥി രവി എന്ന് പറയുന്ന പുതിയ ഹീറോയിൻ ആണ്, അപ്കമിങ് ആണ്. ആ മോളും കൂടെയാണ് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ചെയ്യാമെന്ന് വിചാരിച്ച കാര്യം. അവരെ ഇപ്പൊ പറയാം, മാളികപ്പുറം എന്ന് പറയുന്ന ഫിലിം തന്നെ ഒരു പുതിയൊരു ട്രെൻഡ് അല്ലേ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നേക്കുന്നത്. അപ്പൊ അതേപോലെ ആനീസ് കിച്ചണിലും ഒരു ചെറിയൊരു മാറ്റം വരുത്തി നോക്കട്ടെ, ശ്രമിച്ചു നോക്കാലോ. ശ്രമിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ലല്ലോ. ശരിക്കും ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും, ദേ നോക്കിയാൽ അറിയാം അരപ്പിന്റെ ഒരു ഡിഫറൻസ്. നമ്മൾ ഈ അരപ്പ് ഞാനിങ്ങനെ മറിച്ചിടുമ്പോഴത്തേക്ക് അതിനൊരു ബ്രൗൺ കളറാണ്, പക്ഷെ ഇതിന്റെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഒരു റെഡിഷ് കളറില്ലേ, ആ ഒരു റെഡിഷ് കളറും കൂടെ ഒന്ന് മാറിയേച്ചാൽ മതി. ഇനിയിപ്പോ ഈ അരപ്പ് അങ്ങ് മൊരിഞ്ഞു. ഇനി ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇല്ലേ, അത് ഇതിനകത്തോട്ട് ഇടുക. ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ചെത്തിയിട്ടാൽ നല്ലതാണ്. ഇനിയിപ്പോ ആ ചിക്കൻ വേവാൻ പോകുന്ന സമയ, അന്നേരം അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉരുളക്കിഴങ്ങും കൂടെ വെന്ത് കിട്ടും. ഈ അരപ്പ് മൊത്തം ചിക്കനെ പിടിച്ചു. ഇനി ഞാൻ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഉള്ളിയും കൂടെ ഇതിന്റെ കൂടെ ഇടുക. എല്ലാം ചൂടായിരിക്കുക. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് ഇച്ചിരി ഗ്രേവി വേണം അല്ലെ. ചിക്കൻ ഇങ്ങനെയല്ല ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു നികത്തിയ ഒരു പരുവത്തിന് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കുക.
ഇതിനകത്ത് നിന്ന് ഒരു ഇച്ചിരി ചിക്കനിൽ നിന്നും കൂടെ ഒരു ഇച്ചിരി വെള്ളം ഊറും. അതും കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഈ പാൻ നിറയുവേ. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കറിവേപ്പില ഇടുക. ഏറ്റവും ടേസ്റ്റ് ആണെന്നറിയോ, കറിവേപ്പില കുറച്ച് വറുത്തിടുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. ഇത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറി. നമസ്തേ, ഹാർട്ടി വെൽക്കം ടു ആനീസ് കിച്ചൺ. താങ്ക് യു. കുറെ നാളുകൊണ്ട് ചിലരെ ഞാൻ ഇവിടെ അന്വേഷിച്ചുകൊണ്ട് നടക്കായിരുന്നു. അതറിയാം അല്ല, രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാലേ ആരെ അന്വേഷിച്ചിരിക്കുന്നത്. അതാണ്. എവിടെയായിരുന്നു? സുഖല്ലേ? സിനിമയൊക്കെ ചെയ്ത് ഇതുവഴി അതുവഴി ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ചെയ്ത സിനിമകളൊക്കെ സന്തോഷം. ഒന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ മാളികപ്പുറം ശരിക്കും ഭയങ്കര നല്ല ഫിലിമായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു നമ്മളിങ്ങനെ ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ചേഞ്ച് മലയാളം ഇൻഡസ്ട്രിയിൽ അല്ലേ. അപ്പൊ അതൊരു ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ആ പാട്ട് ശരിക്കും ഇപ്പോഴും എല്ലാ മലയാളികളുടെ ഉള്ളില് സത്യം. അതും എനിക്കിഷ്ടം. മറ്റേ ഭൂതനാഥ സദാനന്ദ, അതൊരു ഭയങ്കര ഒരു വൈബാണ്. എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് സ്കോർ പലപ്പോഴും അതാണ്. ഈ അമ്പലമായിട്ട് ബന്ധപ്പെട്ട എന്ത് വീഡിയോ വന്നാലും അപ്പൊ തന്നെ ഈ സാധനം കേട്ടോ, ഭൂതനാഥ സദാനന്ദ. ശരിക്കും അതിനൊരു ശരിക്കും നല്ല വൈബുണ്ട് അഭിലാഷ്. നല്ലൊരു വൈബുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഭയങ്കര പോസിറ്റീവ് ആണോ എന്താന്നറിയില്ല, അതിനൊരു പവർ ഉണ്ട്. ഉണ്ടായത് ഒരു 5 മിനിറ്റ് നേരത്തെ ഡിസ്കഷനിൽ ഉണ്ടായതാണ്. അവസാന നിമിഷം രഞ്ജിൻ രാജ് മിക്സിങ്ങിന് പോകുന്നതിന് തൊട്ട് മുന്നേ എന്തോ ഒരു സാധനം മിസ് ഉണ്ടല്ലോ സിനിമയിൽ എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ടാണ് പെട്ടെന്ന് സ്റ്റുഡിയോയിൽ കയറി പോയിട്ട് ഞാൻ വന്നോളാം, നിങ്ങൾ പൊക്കോളാം പറഞ്ഞു. ഞങ്ങൾ മിക്സിംഗ് സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ ഇവൻ അത് ചെയ്ത് മെയിൽ അയച്ചു. അവൻ തന്നെ പാടിയിരിക്കുന്നത് മെയിൽ അയച്ചിട്ടാണ് വന്നത്. അപ്പൊ നമ്മള് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഭയങ്കര രസമുണ്ട് ശരിക്കും. ഭയങ്കര നമ്മളിപ്പോ അമ്പലത്തിൽ പോകുമ്പോഴും പ്രാർത്ഥിക്കും. ഇപ്പൊ ശാസ്താവിന്റെ അമ്പലത്തിൽ പോവാണെങ്കിൽ ഈ ടൂണിലാണ്. അത് അല്ല, നമ്മളിപ്പോ അതൊരു ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുകയാണെങ്കിലും ആ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ പവർ അല്ലേ, പേഴ്സണൽ ആയിരിക്കും നമ്മുടെ പ്രാർത്ഥന എന്നുള്ളത്. പക്ഷെ ഭഗവാന്റെ ഒരു പവറും ഈ പാട്ടും എല്ലാം കൂടെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഇമ്പാക്ട്. അതിന് ഭയങ്കര വിശ്വാസിയാണ്. അമ്പലം എനിക്ക് ഇഷ്ടമാണ്. അമ്പലം എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ചോദിച്ചു ഭയങ്കര വിശ്വാസം ഉണ്ടോ ഈശ്വരല്ലേ? വിശ്വാസമുണ്ട്. ഓക്കെ. പിന്നെ അത് ശരിക്കും അഭിലാഷിന്റെ കാര്യം ഞാൻ പറയാന്ന് വെച്ചാൽ, അഭിലാഷിനെ പേഴ്സണലി പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ അഭിലാഷിന്റെ പേഴ്സണലി പറയുമ്പോൾ, അഭിലാഷിന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ പറയുമ്പോൾ അവിടെ ഒരു നല്ലൊരു അച്ഛനുണ്ട്. ഒരു നല്ല അഭിലാഷിനെ ഞാൻ അതിലൊന്നും കൂട്ടുന്നില്ല. അതൊന്നുമല്ല എനിക്ക് അതിലൊന്നും അല്ല ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും സ്നേഹനിധിയായ ഒരു അമ്മയുണ്ട് അവിടെ. അതായത് അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ അമ്മ സ്വന്തം മക്കളെ പോലും മറന്ന് വരുന്നവരെ മക്കളായി കാണുന്ന ഒരു അമ്മ എന്ന് പറയില്ലേ, അത്ര നല്ലൊരമ്മ. അതിനെക്കാട്ടിലും ഉപരി പറയാനുള്ളൊരു എന്താ പറയാ, ചോറ്റാനിക്കര അമ്മയുടെ ഒരു ഭയങ്കര ഒരു അനുഗ്രഹമുള്ള ഒരു അമ്മയാണ്. ഞങ്ങളെ വീട്ടിൽ പറയും എന്റെ അമ്മ കണ്ടോണ്ട് ശരിക്കും അല്ലെ, ശരിക്കും അങ്ങനെ ഒരു ഗുണമുണ്ട് ആ അമ്മയ്ക്ക്. ഉള്ളത് തുറന്ന് പറയുന്ന ഒരു സ്വഭാവം അമ്മയ്ക്കുണ്ട്. അതിപ്പോ മോനാണെങ്കിലും ശരി, എന്നതേലും ഒരു കുറ്റം ഞാൻ അഭിലാഷിനെ കുറിച്ച് പറയുമോ അല്ലെങ്കിൽ അഭിലാഷിനെ കൊണ്ട് കാര്യം പറയിപ്പിച്ച് ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം ചെയ്യിപ്പിക്കണമെങ്കിൽ ആ അമ്മയെ വിളിച്ച് സുന്ദരമായിട്ട് പറഞ്ഞാൽ മതി, അമ്മേ ഇന്ന പോലെ അഭിലാഷ് എനിക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ നെക്സ്റ്റ് കോൾ അഭിലാഷിന് മോനെ നീ ചെയ്തു കൊടുക്കൂ എന്നുള്ള വർത്താനമല്ല, നിനക്ക് എന്താണ് അത് ചെയ്താല് ആ കൊച്ചിനായിട്ട് എന്നത്തിനാടാ ഇത്ര പാടുപെടുത്തുന്നത് എന്നല്ലേ അഭിലാഷ് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ ഒരുപാട് വഴക്ക് അഭിലാഷ് കേട്ടു. വിഷ്ണു അങ്ങനെയായിരുന്നു. കാരണം അവൻ എന്റെ നമ്മുടെ 10ാം ക്ലാസ്സിലൊക്കെ അസോസിയേറ്റ് ആയിരുന്നു. അവൻ നമ്മുടെ വീട്ടിൽ അനിയനെ പോലെ. അപ്പൊ അവൻ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അഭിചേട്ടൻ ഒരു കഥ പറഞ്ഞു എഴുതി തരുന്നില്ല എന്ന്. അപ്പൊ എന്റെ അമ്മ പറഞ്ഞാ അടുത്ത കൂടെ അവന്റെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാളികപ്പുറം ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്നത്. ഇതേപോലെ അമ്മ ഒരു കാര്യം കൂടെ മോനോട് പറഞ്ഞു, അറിയാം പക്ഷെ മോൻ പറയില്ല, പക്ഷെ ഞാൻ പറയാം. എന്റെ മൂത്ത മോനെ കാണുമ്പോ അഭിലാഷ് പറയും, ജഗൻ എടാ അടുത്ത നിനക്ക് ഞാൻ എഴുതി തരാടാ. അടുത്തത് എന്റെ ഏട്ടനെ കാണുമ്പോ, ഷൈചേട്ടാ ഞാൻ അടുത്ത ഷൈചേട്ടന്റെ പടമാണ് എഴുതി തരുന്നത്. 2 പടം അനൗൺസ് ചെയ്തിരിക്കുന്നു. അടുത്ത പടങ്ങള് ഒന്ന് ഷാജി കല്ല സാറിനൊപ്പം ഒന്ന് ജഗൻ ഷാജി കല്ല സാറിനൊപ്പം അനൗൺസ് ചെയ്തിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ എക്സ്ക്ലൂസീവ്. ഓക്കെ റെഡി. ഒറ്റയടിക്ക് പറഞ്ഞു, ഒറ്റ ശ്വാസത്തിൽ തീർത്തു. അങ്ങനെയല്ല, ഞാൻ സിനിമയിലേക്ക് വന്നതിന്റെ ഒരു ബേസിക് റീസൺ ഷാജി സാറാണ്. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എനിക്ക് തോന്നുന്നു രാജാമണിയങ്കള് കൊച്ചി താമസിക്കുന്ന സമയത്ത് അന്ന് ആ വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഷാജി സാറിനെ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ഞാൻ ഷാജി സാറിന്റെ കഥ, അപ്പൊ ഷാജി സാറിനെ തോന്നുന്നു നീ കഥ പറയുന്ന രീതിയിലുണ്ട്, നിനക്ക് എഴുതാൻ പറ്റും. അങ്ങനെ സാറ് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതി ഇതുവരെ എന്റെ ഏട്ടനൊന്നും എഴുതി കൊടുത്തില്ല. അല്ല ഉറപ്പായിട്ടും ഞങ്ങൾ ഈ വർഷം അതിന്റെ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്. ചേച്ചി ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ലേറ്റ് ആയതുകൊണ്ടാണ് ഉറപ്പായിട്ടും ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ സിനിമയിലേക്ക് വന്ന, നമ്മൾ സിനിമകൾ കണ്ടാണല്ലോ വരുന്നത്, അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മേക്കറാണ് ഷാജി സാറ്. ഞാൻ സത്യം പറഞ്ഞാൽ സാറിനോട് ഒരു പടം ചെയ്യുമ്പോൾ അത് എന്താവണം എന്ന് അറിയാതിരിക്കുക, അത് എങ്ങനത്തെ സിനിമ, അത് സാർ എൻ്റെ അടുത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എങ്ങനത്തെ സിനിമ വേണമെന്നുള്ളത്. ജഗനെ സംബന്ധിച്ച് എനിക്ക് ഓൾറെഡി എൻ്റെ കൂടെ ഇപ്പം
സിനിമ, വിഷ്ണു ശശിശങ്കർ, അതായത് ശശിശങ്കർ സാറിന്റെ മകനായിരുന്നു, ഡയറക്ടറുടെ മകനാണ്. പിന്നെ ഇപ്പം ഞാൻ പടം ചെയ്ത സിനിമ അത് വിനയൻ സാറിന്റെ മകനാണ്. അപ്പം ഡയറക്ടേഴ്സിന്റെ മക്കളുടെ കൂടെയാണ് ഞാൻ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത സിനിമ ഉറപ്പായിട്ടും ജഗന്റെ കൂടെ. അതേപോലെ അതിഥി എന്താ സംഭവം അറിയോ, കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ ചെന്നപ്പോ അവൻ നേരിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ അഭിലാഷൻ എനിക്ക് പടം എഴുതി തരുന്നില്ല എന്ന്. അപ്പൊ അമ്മ അടുത്തത് അഭിലാഷനെ വഴക്ക് പറയുന്നതും കൂടെ ഞാൻ കേട്ടതാണ്. എടാ അടുത്തത് അവന്റെ പടം നീ എഴുതി കൊടുത്തോളോ. അല്ല എന്താ കാര്യം, ഇപ്പം ജഗനെ പറ്റി പറഞ്ഞോണ്ട് പറയാം. ജഗൻ ഓൾറെഡി പടം ചെയ്തു, അതിന്റെ വർക്ക് എടുക്കാം. ഞാനും ജഗനോട് ഓൾറെഡി ഒരു പടം ഡിസ്കഷൻ ഇപ്പം ഓൾമോസ്റ്റ് സ്റ്റോറി ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ജഗനത് ആർട്ടിസ്റ്റുകളെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഉറപ്പായിട്ട് ആ സിനിമ സംഭവിക്കും ചേച്ചി. ഓക്കെ. Annie's Kitchen. Let's cook with love.